നടി അനുപമ പരമേശ്വരന്റെ കുറച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതായത് താൻ 2 കൊല്ലമായിട്ട് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരുന്നു. അതിൽ നേരിടേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഫുള്ളായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ വ്യക്തി ധ്രുവ് വിക്രമാണെന്നാണ്. പക്ഷെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ആ ആള് ധ്രുവ് വിക്രമാണെന്നുള്ളത്. അതായത് രണ്ടുപേരും ഒന്നിച്ചിട്ടുള്ള ഫോട്ടോസ്, അതേപോലെ തന്നെ രണ്ടുപേരും ഫോട്ടോസ് ഇടുകയാണെങ്കിൽ പകുതി ക്യാപ്ഷൻ ധ്രുവ് ഇടും, ബാക്കി പകുതി ക്യാപ്ഷൻ അനുപമ ഇടും. അതേപോലെ തന്നെ സെയിം ലൊക്കേഷനിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇയാളാണെന്ന് പറയുമ്പോൾ അനുപമ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് ധ്രുവ് അല്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ഏകദേശം ഉറപ്പിക്കാലോ ആരാന്നുള്ളതൊക്കെ. പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത്, ഒരാളുടെ സൈഡ് മാത്രം കേട്ടിട്ട് അയാളെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? അനുപമ പറഞ്ഞു വരുന്നത് അയാൾ ഒരു നാർസിസിസ്റ്റിക് സ്വഭാവമുള്ള ഒരാളായിരുന്നു എന്ന്. ഇതിനോടകം തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതെന്തായാലും ഞാനൊന്ന് മലയാളീകരിച്ചു വായിച്ചു തരാം. ചിലപ്പോഴൊക്കെ മനസ്സമാധാനം കണ്ടെത്താനായി വഴിമുട്ടിയ ഇടങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരും. ഇന്ന് ആ സമാധാനം എന്നെ തേടിയെത്തിയിരിക്കുന്നു. ഇന്നു മുതൽ എന്റെ ശബ്ദം ഞാൻ തിരഞ്ഞെടുക്കുന്നു. എന്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഇനി അനുവാദങ്ങൾ വേണ്ട, ഇനി ഭയവുമില്ല. ഞാൻ എന്നെ തന്നെ വീണ്ടെടുക്കുന്നു. എന്റേതാണെന്ന് ഞാൻ ഏതാണ്ട് മറന്നുപോയ ആ ജീവിതത്തെ വീണ്ടും സ്നേഹിച്ച് തുടങ്ങുന്നു. ഏറെ കാലമായി പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. വളരെ കാലമായി പറയാൻ എനിക്ക് അനുവാദമില്ലാതിരുന്ന ഒരു കാര്യം. നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. എനിക്കൊപ്പം നിന്നതിനും എന്നിൽ വിശ്വസിച്ചതിനും എന്റെ ജീവിത സ്നേഹം കൊണ്ട് നിറച്ചതിനും നന്ദി. മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും പോലും ആ സ്നേഹം ഞാൻ എപ്പോഴും അനുഭവിച്ചിരുന്നു എന്ന് ദയവായി അറിയുക. ഓരോ സന്ദേശവും ഓരോ പ്രാർത്ഥനയും ഓരോ ചെറിയ സ്നേഹപ്രകടനങ്ങളും എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് എന്നിലെത്തിയത്. എന്നെ എന്നിലേക്ക് തന്നെ തിരികെ എത്തിച്ചതിന് പ്രപഞ്ചമേ നിനക്ക് നന്ദി. മുറിവുകൾ ഉണങ്ങിയതിനായി, സ്വതന്ത്രത്തിനായി, എന്നെ തന്നെ തിരഞ്ഞെടുത്തതിനായി, ഒടുവിൽ പൂർണ്ണമായും യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഇതേതു മാത്രമായ ഒരു ജീവിതത്തിനായി. സംഭവം ഏകദേശം മനസ്സിലായല്ലോ. ഇനി അനുപമ തന്നെ ഇന്റർവ്യൂവിൽ കൊടുത്ത ചില ഭാഗങ്ങളിലോട്ട് നമുക്ക് പോവാം. I have gone through narcissistic abuse for 2 years. I am gone through narcissism. എവരുടെ ഈ പേരൊക്കെ കണ്ടുപിടിച്ചത്? നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മളെ അവരുടെ വലയിലാക്കിയിട്ട് ആദ്യമൊക്കെ നല്ല രീതിയിലൊക്കെ പെരുമാറി കഴിഞ്ഞിട്ട് പിന്നീട് ഫുൾ കൺട്രോൾ നമ്മളെ എടുക്കുന്നതിനാണ് നാർസിസിസ്റ്റിക് സ്വഭാവം എന്ന് പറയുന്നത്. അതായത് താൻ എന്ന ഭാവം എന്ന് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ജിമ്മിനൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നോട് ഒരു പാർട്ട്ണർ വന്നിട്ട് പറയണം, നീ ഇനി ജിമ്മിന് പോകണ്ട, ജിമ്മിന് പോയാൽ തന്നെ ഷർട്ട്ലെസ് ഫോട്ടോ ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും കാലം ജിമ്മിന് പോയിക്കൊണ്ടിരുന്ന ഞാൻ എന്റെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് കരുതി എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാ പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. സോ അതേപോലെ നമ്മളെ കൺട്രോൾ ചെയ്തിട്ട് നീ അത് ചെയ്യണ്ട, നീ ഇന്ന ഡ്രസ് ഇട്ടാൽ മതി. അതായത് ഡുവൽ പേഴ്സണാലിറ്റി ഉണ്ടാവും ഇങ്ങനത്തെ ചില ആൾക്കാർക്ക്. ഇന്ന് പറഞ്ഞ കാര്യമില്ല നാളെ പറയുക. ഇന്ന് കുറച്ച് നല്ല സ്നേഹമാണെങ്കിൽ നാളെ അന്യനായി പെരുമാറുന്നു വരെ അനുപമ അവിടെ പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങളോട്ടുകൂടിയും പോവാം. ഒരു ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് അബൌട്ട് നാർസിസിസം. പീപ്പിൾ തിങ്ക് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ they love themselves a lot, but actually they hate themselves. They're the most insecure people you can find. They have no self-worth. They are like empty vessel basically. So avarku basically വേണ്ടത് control ആണ്. Because they have nothing. They want a validation about themselves constantly. They are attention seekers. They need validation to survive. അതാണ് അവരുടെ സപ്ലൈ. So now നമുക്ക് വിചാരിക്കാം അപ്പോൾ then they can find a girl who is like പാവമായിട്ടുള്ള പറഞ്ഞത് കേൾക്കുന്ന പെൺകുട്ടിയാണോ? The opposite poles attract. They attract someone who is extremely different from that. Okay. By extremely confident ആയിട്ടുള്ള, independent ആയിട്ടുള്ള, a person who feels extremely secure. അങ്ങനത്തെ ഒരാൾക്കാരെ they target them. And they try to observe them. They kind of mirror them. And then emotionally നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാന്നുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. തനിക്കുണ്ടായ അനുഭവം വേറൊരാൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അനുപമ ഇപ്പൊ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. അവിടെ പറയുന്നുണ്ട് അവർക്കൊരു സെൽഫ് വർത്ത് ഉണ്ടാവില്ല. പിന്നെ പറയുന്ന മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറിയിട്ട് പിന്നീട് നമ്മളെ അവരുടെ വലയിലാക്കുന്ന പോലെ സ്വഭാവമാണ് ഇയാൾക്ക് ഉണ്ടായിരുന്നത്. അതായത് വളയുന്നവരെ നല്ല രീതിയിൽ പരിഗണന കൊടുത്തിട്ട് വളഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചവിട്ടി മുറുക്കി കൊട്ടയിലിടുന്ന സ്വഭാവമാണെന്ന് ആ പറയുന്ന കാര്യത്തിലോട്ട് പോവാം. They're extremely good performers. അവരുടെ വീടിൻ്റെ അകത്ത് അവരുടെ ക്ലോസ് പീപ്പിളിൻ്റെ അടുത്തൊരു രീതിയിലും when they step out of that house they're a total different person. They'll be the most charismatic, the most gentle, kind, shy, charming, very very charming kind of people. So in the initial days they show a version of that to you and they identify your weakness. Appo generally they target empaths who has a lot of empathy. അപ്പോൾ എൻ്റെ ഒരു വിഷയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം എൻ എംപാത്ത്. അവർ നമ്മുടെ ഈ ബേസിക് നേച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്ത് ദേ ട്രൈ ടു കൈൻഡ് ഓഫ് മിറർ അസ്. അതായത് നമ്മുടെ വാല്യൂസും അവരുടെ വാല്യൂസും ഏകദേശം ഒരേപോലെയാണ്.
ലൈക്ക് ഇപ്പൊ ഞാൻ ഒരു കുറെ ട്രോമകളിലൂടെ കടന്നു പോയതാണ്. അപ്പൊ ദേ വിൽ ഓൾസോ ലൈക്ക് സ്ലോലി സ്റ്റാർട്ട് ഓപ്പണിംഗ് അപ്പ് അബൌട്ട് ദിയർ ട്രോമാസ് ആൻഡ് വാട്ട് എവർ ദേ വെന്റ് ത്രൂ. സോ വി സ്റ്റാർട്ട് കൈൻഡ് ഓഫ് ഫീലിംഗ് ഒരു എംപത്തി, ഒരു സിമ്പത്തി, കണക്ഷൻ തോന്നും. ദെൻ വി സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് us. അപ്പോ ദിസ് പേഴ്സൺ വുഡ് വാണ്ട് ടു നോ മോർ അബൌട്ട് us. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ഒരാളും ചോദിക്കാത്ത അത്ര ഇൻഫർമേഷൻസ് നമ്മളെ കുറിച്ച് ചോദിക്കുകയും നമ്മൾ അത്രയധികം ഡീപ്ലി മനസ്സിലാക്കുന്ന സമയത്ത് വാട്ട് വി സൈക്കോളജിക്കലി ഫീൽ ഇസ് ദാറ്റ് ഇറ്റ്സ് എ ട്വിൻ ഫ്ലെയിം. ലൈക്ക് വൾണറബിൾ ആവുകയാണ്, നമ്മൾ എക്സ്ട്രീംലി വൾണറബിൾ ആവാണ്. ആൻഡ് ദിസ് ലവ് ഫീൽസ് സോ റൈറ്റ്. ദേ ആർ വെരി വെരി കൺവിൻസിങ് വിത്ത് ദിയർ പെർഫോമൻസ് ദാറ്റ് ഇറ്റ് ഫീൽസ് സോ റൈറ്റ് that you get so connected to the person that you feel like എന്റെ അച്ഛനും അമ്മയും പോയിട്ട് എന്റെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും എന്നെ ഇത്ര മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഫീലിങ്സിനെയോ നമ്മുടെ സ്വഭാവത്തെയോ മനസ്സിലാക്കിയതിനു ശേഷം അവർ ജീവിതത്തിൽ നേരിട്ട കാര്യങ്ങളെല്ലാം ഞാനും ഫേസ് ചെയ്തതാണ്. നമ്മൾ രണ്ടുപേരും ഒരേ റൂട്ടിലൂടെ പോകേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് തന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യം ബോധിപ്പിച്ചതിന് ശേഷം പിന്നീട് നമ്മളെ അടിമയാക്കുന്ന സ്വഭാവം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അവര് നമ്മളോട് പറയുന്നു എന്ന് വിചാരിക്കുക. ഈ നാർസിസിസ്റ്റിക് പേഴ്സൺ പറയുകയാണ്, എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഉണ്ടായ മറക്കാൻ പറ്റാത്ത ഒരു ദുരനുഭവം, ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നതിനാണ് ട്രോമ എന്ന് പറയുന്നത്. അപ്പൊ ഇതേ സെയിം അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് തോന്നലാണ്, അയ്യോ ഇവനും ഇതേപോലെ കടന്നു പോയ ഒരാളാണല്ലോ, അതുകൊണ്ട് എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൺവിൻസ് ചെയ്തതിന് ശേഷമാണ് ഇത്തരക്കാർ നമ്മളെ അവരുടെ വലയിലാക്കുന്നതെന്നാണ് അനുഭവം പറഞ്ഞിരിക്കുന്നത്. അതായത് മെല്ലെ മെല്ലെ നമ്മളെ അവരുടെ കൺട്രോളിലാക്കുന്നു. ആദ്യമൊക്കെ നന്നായിട്ട് പെരുമാറിയിട്ട് പിന്നീട് ഫുൾ കൺട്രോളിങ്ങും അവരാണെന്നുള്ള നില. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡ്രസ്സ് ഇടാൻ ആഗ്രഹമാണെങ്കിൽ നീ അത് ഇടണ്ട, നീ ഇന്ന ഡ്രസ്സ് ഇട്ട് പുറത്ത് പോയാൽ മതി. ഇതേപോലെ കൺട്രോളിങ് പീപ്പിൾ ആണ്. ഇവിടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയുക പണി കിട്ടും എന്നുള്ളത്. Slowly they start taking control. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് അവരെടുക്കാതെ ലൈക്ക് ഭയങ്കര സ്ട്രാറ്റജിസ്റ്റ് ആണ് ആക്ച്വലി. നമ്മൾ തരത്തിലുള്ള കൺട്രോൾ ആണ് അനുവിനെ ഫേസ് ചെയ്യേണ്ടി വന്നത്? ഇവരെ കൺട്രോൾ എന്ന് വെച്ചാൽ ഇവരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാ, ശരി ഈ ഡ്രസ്സ് ഇടണ്ട എന്ന് പറഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് സംതിങ് നോട്ട് റൈറ്റ്. ബട്ട് ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്. നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ സ്ട്രാറ്റജി. അതായത് അവർ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ടല്ല. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ദിവസം യു ആർ എ പേഴ്സൺ ഹു വെയർ ജീൻസ് ആൻഡ് ടോപ്പ് എവറി ഡേ. Then one day you feel like wearing a churidar. You walk in with a churidar. This person sees you and you're like, oh, baby, you look so beautiful in churidar. This is the best thing. You look like my wife material. And then you're like, oh, in the chetan, oh my God, he likes it so much. So let me buy one more churidar. Like that, one churidar becomes 2 churidars, 3 churidars, 4 churidars. And then you're in churidars. നമ്മൾ തന്നെ അറിയുന്നില്ല മാറുന്നത്. We transform like that. Baby, the way you were sitting at the dining table and talking today, you were like very controlled, you were very classy, you were very silent. Now you're silent because my partner likes it. ഡൈനിങ് ടേബിളിൽ ഉറക്കെ ചിരിച്ച് സംസാരിക്കുന്ന ആള് സൈലന്റ് ആയി കഴിയുമ്പോൾ ചേട്ടൻ ഇഷ്ടം. സോ യു ലൈക്ക്, ഓ ഹി ലൈക്സ് ഇറ്റ്, സോ ലെറ്റ് മീ ബി ദാറ്റ് വേ. പിന്നെ നമ്മൾ ഇവന്റ്സിന് പോകാൻ വെക്കാം, ഓ ബേബി വൈ ഡു യു വാണ്ട് ടു വെയർ സ്ലീവ്ലെസ് ടുഡേ, ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ്. Maybe something other comfortable than you'll be like, oh, he cares for me so much, my sleeveless, oh right, I'll change my outfit this time. Next time, even before the event, he'll ask you, what outfit are you wearing today, baby? Number options number send you. Then it becomes mandatory that you send that person photos for permission, what you wear. And then you start wearing whatever that person decides. Other than Instagram, you post something and the person will come and say, you think that photo was appropriate, I think you should avoid that photo. Up to ordinary Instagram photo, we delete that picture. Instantly repost it again. And from the next time he deleted the repost in Chetan Chetan will accept it and then take the approval and post. You post a comment, otherwise it shows that you're more affectionate towards your audience. So better you ask Chetan for comment. Your song is looking a little korchum goodi enda paraya, what do they call, desperate or something. It's like Chetan only select the song. അതായത് ചില സമയത്തൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വരെ തോന്നാറുണ്ട്. പക്ഷെ അത് അതിര് കടക്കുമ്പോൾ ഇതേപോലെ ടോക്സിക് ആയി മാറും. നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു ഡ്രിങ്കിങ് പ്രോബ്ലം ഉണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ കയറി കൺട്രോൾ ചെയ്യണേ കൊണ്ട് കുഴപ്പമില്ല, നിനക്ക് പതിയെ പതിയെ സംഭവം കുറയ്ക്കാം. അതിനൊന്നും നമുക്ക് നാർസിസിസ്റ്റിക് അഥവാ ടോക്സിക് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. പക്ഷെ അതിര് കടന്ന് അവരവരുടെ ഇഷ്ടങ്ങളെ മാനിക്കാതെ കൺട്രോൾ ചെയ്യുന്ന പരിപാടി, അത്തരത്തിലുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. പറയുന്നത് വല്ലാത്ത മലയാളല്ലേ. ചിലപ്പോ കേൾക്കുന്ന നിങ്ങൾക്ക് വരെ തോന്നുന്ന ഞാൻ ഇനി ഈ സംഭവം ആണോ എന്നുള്ളതൊക്കെ. അത്തരത്തിലുള്ളതൊന്നുമില്ല. അധികമായിട്ട് ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പോകണ്ട, അത്രേ ഉള്ളൂ. അവനവന്റെ വ്യക്തിത്വം തന്നെ മറന്നു പോകുന്നുള്ളതാണ് അവരുടെ കൂടെ കൂടിയിട്ട്. എക്സാമ്പിൾ എന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു വ്യക്തി എന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഷി വിൽ കൺട്രോൾ മീ. നീ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി ചെയ്യണ്ട, അത് പറയാതെ തന്നെ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ എടുത്ത് നോക്കാം. ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു ഏട്ടൻ കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള സ്വഭാവം, കല്യാണം കഴിഞ്ഞിട്ട്
അവർക്ക് വരുന്ന സ്വഭാവത്തിലെ മാറ്റവും ഇറ്റ്സ് എക്സ്ട്രീംലി ഡിപ്പെൻഡിങ് ഓൺ സംവൺ. അവരെ അനുസരിക്കലാണ്. അത് എന്റെ ഏട്ടായിക്ക് ഇഷ്ടാവില്ല, അല്ലെങ്കിൽ അത് എന്റെ കാന്താരിക്ക് ഇഷ്ടാവില്ല എന്നുള്ള കാര്യം. സ്ലോലി നമ്മൾ എന്താവും, നമ്മുടെ വ്യക്തിത്വം തന്നെ മറന്നിട്ട് അവരിലോട്ട് അഡിക്റ്റ് ആവുന്ന സംഭവത്തെ പറ്റിയിട്ടാണ് അനുപമ അവിടെ പറയുന്നത്. അതും കൂടി ഇങ്ങോട്ട് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയില്ലേ, എൻ്റെ ഏറ്റവും വലിയ പ്രൈഡായിരുന്നു ഹൗ പ്രൊഫഷണൽ ഐ ആം ആസ് എൻ ആക്ടർ. 2 വർഷം ഇത്രയും ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടറിനെ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഐ ബിക്കം ദാറ്റ് അൺബിലീവബിൾ. അതായത് ഞാൻ ഭയങ്കര പങ്ക്ച്വലാണ്, ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ്, എനിക്ക് വർക്കിനോട് ഭയങ്കര പാഷനായിരുന്നു. എവറി പാർട്ട് ഓഫ് മീ വാസ് ഡെഡ്. I stopped looking at people. I stopped looking into their eyes. I stopped smiling. I even stopped touching my brother, my own brother. പേടിച്ചിട്ട് because of fear. Of the consequences of the anger. Consequences. Yes, the consequences. So you're clearly walking on eggshells. And when you are walking on eggshells, everyone around you, your family, your staff, everyone. കാരണം എൻ്റെ മൂഡ് ഒരാളുടെ മൂഡിനെ ബേസ് ചെയ്തിരിക്കും. If that person is extremely happy, I am very happy. If that person is extremely sad, I am sad. I am stressed. You understand? കുറച്ചൊരു മുഖത്തിലൊരു മാറ്റം വന്നാൽ മതി, I am stressed. എൻ്റെ സ്ട്രെസ് ഉണ്ടെങ്കിൽ റിവേഴ്സ് everyone. Family is affected, staff is affected, entire location is affected. We had to stop shooting so many times because I have a mental breakdown and I'll go into the vanity and the makeup ഒക്കെ ഒലിച്ച് പോകും. Again we have to come reshooting. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വയമേ നമ്മൾ മറന്നിട്ട് അവരിലോട്ട് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, നമ്മുടെ വ്യക്തിത്വം തന്നെ മറന്നു പോകുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. സോ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. പൊസസീവ് ഒക്കെ എല്ലാവരുടെ ലൈഫിലും ഉള്ള കാര്യമാണ്, പക്ഷെ അത് അതിര് കടക്കുമ്പോൾ ഇതേപോലത്തുള്ള കാര്യങ്ങളായിട്ട് മാറുകയാണ്. സോ ഇത്രയും കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. അതിനൊന്നും മടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളാണല്ലോ. ഞാൻ എന്റെ അഭിപ്രായം മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവാം. അപ്പൊ ശരി.